ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ തിര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോർക്ക് വരട്ടിയതാണ്. അതിനായിട്ട് നമ്മൾ വാങ്ങിച്ച പോർക്കിനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയ പോർക്കിനെ വെള്ളം പോകുന്ന രീതിയിലുള്ള പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലാണ് ഇന്ന് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് അതിനെ മാറ്റണം. കുക്കറിൽ പോർക്ക് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പെരട്ടി നല്ല മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് പോർക്ക് മസാല ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടിച്ച് നല്ലോണം വേവാനായിട്ട് വെക്കണം. കുക്കറിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള എടുത്ത് കുനുകുനെ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് നല്ലതുപോലെ പൊട്ടുന്ന സമയമാകുമ്പം ആ സവാള കുനുകുനെ അരിഞ്ഞ സവാള അതിലോട്ടിട്ട് നല്ലതുപോലെ വഴറ്റണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി പെട്ടെന്ന് എടുക്കാം. കറി വെച്ച് പോർക്കിന് 2-3 വിസിലടിക്കണം, പോർക്ക് നല്ലതുപോലെ വേവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. സവാള ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ട മസാലയാണിത്. ഇത് നമുക്ക് പൊടിച്ചിട്ടാണ് ഇടേണ്ടത്. അതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കണം. കുക്കറി വേവിക്കാനായിട്ട് വെച്ച പോർക്കിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരും ആ പൊടികളുടെ എല്ലാം. പിന്നെ ആ പോർക്ക് വെന്ത പോർക്കിന് നമുക്ക് മാറ്റി വെച്ചിട്ട് സവാളയിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികളെല്ലാം നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആ പോർക്കിൻ്റെ മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവയാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ട് നമുക്ക് ആ സവാളയിലോട്ട് തട്ടിയിടാം. ആ സവാളയും പൊടികളെല്ലാം കൂടി നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പോർക്ക് വേവിച്ച് കുക്കറിൽ വെച്ചിരുന്ന പോർക്കിനെ എടുത്ത് ഇതിലോട്ട് തട്ടണം. അപ്പോൾ പോർക്കിനകത്ത് തന്നെ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ടി വരില്ല. പിന്നെ ആ ലോ ഫ്ലെയിമിൽ ആ ഒരു ഗ്രേവി തന്നെ ഇട്ട് ഈ പോർക്കിനെ നല്ലതുപോലെ വരട്ടി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇനി ഇടേണ്ടവർക്ക് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡിയാവും. കുറച്ച് ചോറിലേക്ക് കുറച്ച് പുളിശ്ശേരിയും കുറച്ച് പോർക്ക് വരട്ടിയതും കുറച്ച് അച്ചാറും കൂടി ചേർത്ത് പിടിച്ച് എൻ്റെ പൊന്ന് സാറേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.